ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ഒരു ട്രൂ സ്റ്റോറിയാണ്. മരിച്ച പെൺകുട്ടി കുഴി തോണ്ടി പുറത്തേക്ക് വന്ന് ആളുടെ കേസ് തെളിയിക്കുന്ന ഒരു റിയൽ സ്റ്റോറി ബാംഗ്ലൂരിൽ നടന്നത്. ടൗണിൽ നിന്നൊക്കെ മാറി കാട് പോലെയുള്ള പ്രദേശത്ത് ഒരു വീട് വെച്ച് താമസിക്കുന്ന വെങ്കടേഷ്. ആ വെങ്കടേഷിന്റെ ഡോറിൽ പുലർച്ചെ 5 മണിക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു തട്ട് കേൾക്കാണ്. ആരാ ഇത്രയും വെളുപ്പാങ്കാലത്ത് വന്ന് ഡോറിൽ ഇങ്ങനെ ഇട്ട് അടിക്കുന്നതെന്ന് വിചാരിച്ചിട്ട് വെങ്കടേഷ് എനിക്ക് പോയിട്ട് ഡോർ തുറക്കുമ്പോൾ കാണുന്നത് ഒരു ലേഡീനെയാണ്. പക്ഷേ ഈ ലേഡീനെ കാണുമ്പോൾ നോർമൽ ആയിട്ടുള്ളൊരു ലേഡി ആയിരുന്നില്ല. ആ ലേഡി ആണെങ്കിൽ പകുതി ഡ്രസ്സ് മാത്രമേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. മേത്ത് മണ്ണും ചീളിയൊക്കെ നിറഞ്ഞിരിക്കുകയാണ്. അരയിന്ന് താഴേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നത് ഈ മരക്കൊമ്പും ഇലയൊക്കെ വെച്ചിട്ടായിരുന്നു അവിടെ താഴെ കവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ സ്ത്രീനെ ഈ വെങ്കടേഷ് ആദ്യം കണ്ടപ്പോൾ പുള്ളിക്ക് വന്ന തോട്ട് എന്താന്ന് വെച്ചാൽ ഈ സ്ത്രീക്ക് ഭ്രാന്തായിരിക്കും. ഈ കാട്ടിലൊക്കെ കുറേ നടന്ന് കറങ്ങി അവസാനം ഇയാളുടെ വീട്ടിലേക്ക് വന്നതായിരിക്കും എന്നാണ് വെങ്കടേഷ് വിചാരിക്കുക. അപ്പോൾ വെങ്കടേഷ് ഈ സ്ത്രീയുടെ അടുത്ത് ഭയങ്കര ഒച്ചത്തിൽ ചോദിക്കും, നീ ആരാ, എന്തിനാ ഇവിടെ വന്നത്, നിനക്ക് എന്താ വേണ്ടെന്നൊക്കെ. അപ്പോൾ ആ ലേഡി പറയും, ഞാൻ എന്തിനാ വന്നത്, ഞാൻ ആരാന്നൊക്കെ പിന്നെ പറയാം, ആദ്യം ചേട്ടൻ എനിക്ക് എന്തെങ്കിലും ഒരു ഡ്രസ്സ് എടുത്തുകൊണ്ട് വരുമോ ഇടാന്ന് ചോദിക്കും. അത് കേട്ടപ്പോൾ ഇയാൾക്ക് മനസ്സിലാവും, ഓക്കെ ഈ സ്ത്രീക്ക് ഭ്രാന്തല്ല, എന്തോ അപകടം പറ്റിയിട്ടുള്ളതാണ്. അപ്പോൾ വെങ്കടേഷ് ഓടിപ്പോയി അകത്തേക്ക് ചെന്ന് ആളുടെ ചേച്ചിനെ വിളിച്ച് എണീപ്പിക്കും. എന്നിട്ട് ചേച്ചി പുറത്തു വന്ന് നോക്കി ആ സ്ത്രീയുടെ അവസ്ഥ കണ്ട് പെട്ടെന്ന് അകത്ത് പോയിട്ട് എന്തെങ്കിലും ഇടാൻ വേണ്ടി എടുത്തുകൊണ്ട് ഈ സ്ത്രീക്ക് വന്ന് കൊടുക്കും. നമ്മുടെ ഇപ്പോഴത്തെ ചോദ്യം എന്താന്ന് വെച്ചാൽ, ആ സ്ത്രീ ആരാ? ആ വീടിന് ചുറ്റും കാടാ, അവിടെ അധികം ആൾക്കാർ വരാറില്ല. അങ്ങനെ ഇരിക്കെ ആ സ്ത്രീക്ക് എന്തു പറ്റി? ഈ റിയൽ ഇൻസിഡന്റ് ആണ് നമ്മൾ ഇന്നിവിടെ പറയാൻ പോകുന്നത്. സന്തോഷ് കുമാർ, ആൾക്ക് 35 വയസ്സാ. ബിന്ദു എന്ന് പേരുള്ള ഒരു വൈഫുണ്ട്. സന്തോഷ് കുമാറിന് ഒരു ബിസിനസ് ഉണ്ട്, നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കുന്നുണ്ട്. പുള്ളിയുടെ വൈഫാണെങ്കിൽ ഭയങ്കര പാവം. ചുരുക്കി പറഞ്ഞാൽ നല്ലൊരു നോർമൽ പെർഫെക്റ്റ് ഫാമിലി. പക്ഷേ വലിയ ആൾക്കാർ പറയാറില്ലേ, നമ്മൾ സന്തോഷിച്ചിരിക്കുന്ന സമയം പെട്ടെന്ന് കഴിഞ്ഞു പോകുന്നു. അതുപോലെ തന്നെ ഇവരുടെ ലൈഫിലുണ്ടായി. പെർഫെക്റ്റ് ആയിട്ട് കുഴപ്പമൊന്നുമില്ലാതെ പോയിക്കൊണ്ടിരുന്ന റിലേഷൻഷിപ്പിൽ വിള്ളൽ വീഴാൻ തുടങ്ങി. ഈ സന്തോഷ് കുമാറിന് വേറൊരു പെൺകുട്ടിയായിട്ട് അവിഹിത ബന്ധമുണ്ടെന്ന് ബിന്ദുവിന് തോന്നാൻ തുടങ്ങി. കാരണം ഇയാൾ വീട്ടിലേക്ക് വരില്ല, വരാണെങ്കിൽ തന്നെ ഒരുപാട് വൈകിട്ടേ വരുള്ളൂ. കോള് വരാണെങ്കിൽ കുറേ ദൂരെ മാറി നിന്നിട്ട് സംസാരിക്കാം. ആളുടെ ഫോൺ എടുക്കോ നോക്കോ ചെയ്താൽ ചീത്ത പറയും, അടിക്കും വരെ ഇയാൾ ചെയ്യും. പിന്നെ സ്വന്തം വൈഫിനോട് ഒരു ഇൻട്രസ്റ്റും കാണിക്കാതെയായി. ഇതുകൊണ്ടൊക്കെ ബിന്ദുവിന് ഉറപ്പായിരുന്നു ആൾക്ക് വേറെ ഏതോ സ്ത്രീ ആയിട്ട് റിലേഷൻഷിപ്പ് ഉണ്ട്. പക്ഷെ അതാരാണ്, എവിടെയുള്ളതാണ്, പേരെന്താണ്, ഇതൊന്നും ബിന്ദുവിന് അറിയില്ലായിരുന്നു. അതുകൊണ്ട് ബിന്ദു ഒരു കാര്യം ചെയ്തു, എങ്ങനെയെങ്കിലും ആ സ്ത്രീ ആരാണെന്ന് കണ്ടുപിടിച്ച് തീരൂ എന്ന് വിചാരിച്ചിട്ട് ബിന്ദു ജ്യോത്സ്യന്മാരെ കാണാൻ പോയി. അവർ പറഞ്ഞ പൂജകളും റിച്വൽസും ഒക്കെ എല്ലാം ചെയ്തിട്ടും ഇതാരാണെന്ന് ബിന്ദുവിന് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അങ്ങനെ കുറെ വഴിയൊക്കെ പരീക്ഷിച്ച് ലാസ്റ്റ് ബിന്ദു യൂട്യൂബിൽ സെർച്ച് ചെയ്തു ഭർത്താവിൻ്റെ ഈ അവിഹിതം എങ്ങനെ കണ്ടുപിടിക്കാം എന്നൊക്കെയുള്ള. അങ്ങനെ ബിന്ദുവിന് ഒരു വഴി കിട്ടും അതിൽ നിന്ന്. ഈ യൂട്യൂബ് വഴി പ്രൈവറ്റ് ഡിറ്റക്റ്റീവ്സിനെ കുറിച്ച് ബിന്ദു അറിയും. അങ്ങനെ ബിന്ദു ബാംഗ്ലൂർ പ്രൈവറ്റ് ഡിറ്റക്റ്റീവ്സ് ഉണ്ടോ എന്നിങ്ങനെ അന്വേഷിച്ച് നടക്കും. അങ്ങനെ ബിന്ദുവിന് സതീഷ് റെഡ്ഡി എന്ന പേരുള്ള ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവിനെ കിട്ടി. അങ്ങനെ ബിന്ദു ഇയാളെ കോണ്ടാക്ട് ചെയ്തിട്ട് പറയും, ഈ ഹസ്ബൻഡിൻ്റെ എല്ലാ കാര്യങ്ങളും പറയും, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, പുള്ളി എവിടേക്കാണ് പോകുന്നത്, ആരുടെ കൂടെയാണ് പോകുന്നത് എന്നൊക്കെയുള്ള പ്രൂഫ് സഹിതം അയാളെ ഫോളോ ചെയ്തിട്ട് എനിക്ക് പറഞ്ഞു തരണമെന്ന് പറയും. പിന്നെ ഈ സതീഷ് റെഡ്ഡിയും ആളുടെ ഗാങ്ങും കൂടി ഈ പുള്ളിനെ ഫോളോ ചെയ്യാൻ തുടങ്ങി. എവിടെയൊക്കെ പോകുന്നു, എപ്പോൾ ഇറങ്ങും, ഏത് സമയത്ത് എവിടെയൊക്കെ ഉണ്ടാവും, ആരെയൊക്കെ മീറ്റ് ചെയ്യും, എത്ര ഫ്രണ്ട്സ് ഉണ്ട്, ആരൊക്കെയാണ് ഫ്രണ്ട്സ്, അതിൽ ക്ലോസ് ഫ്രണ്ട്സ് ആരാ, ബെസ്റ്റ് ഫ്രണ്ട്സ് ആരാ, ഇങ്ങനത്തെ ഓരോ ചെറിയ ഡീറ്റെയിൽസ് ഒക്കെ അവർ കളക്ട് ചെയ്യും. ഈ ഇൻഫോർമേഷൻസിന്റെ കൂട്ടത്തിൽ ഈ പുള്ളിയുടെ അവിഹിതത്തിലുള്ള പെണ്ണിന്റെ പേരും കിട്ടി. പേര് അർച്ചന, യോഗ ടീച്ചറാ. ആളുടെയും കല്യാണം കഴിഞ്ഞ് 2 വലിയ മക്കളും ഉണ്ട്. ബാംഗ്ലൂരിലെ KR പുരത്താണ് യോഗ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നത്. അർച്ചനയുടെ പാഷൻ ആയ ഈ യോഗ ചൂസ് ചെയ്തിട്ട് അതൊരു പ്രൊഫഷൻ ആക്കിയിട്ട് അതിലൂടെയാണ് ഈ പുള്ളിക്കാരി ഏൺ ചെയ്യുന്നുണ്ടായിരുന്നത്. അർച്ചന നടത്തുന്ന ഈ യോഗ ക്ലാസ്സിന്റെ മോർണിംഗ് ബാച്ചിൽ ഈ സന്തോഷ് കുമാർ സ്ഥിരമായിട്ട് പോവായിരുന്നു. കുറെ വർഷങ്ങളായിട്ട് സന്തോഷ് കുമാർ ഈ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അർച്ചനയായിട്ട് പരിചയം ഉണ്ടായിരുന്നു. ആ പരിചയം പിന്നെ ഫ്രണ്ട്ഷിപ്പായി. ആ ഫ്രണ്ട്ഷിപ്പ് പിന്നെ അവിഹിത ബന്ധത്തിലേക്ക് മാറി. ഇപ്പോൾ പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് സതീഷ് റെഡ്ഡിക്ക് എല്ലാ ഇൻഫോർമേഷൻസും കിട്ടി. മാത്രമല്ല ആ ഡിറ്റക്റ്റീവ് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, ഈ പുള്ളീനെ ഫോളോ ചെയ്ത് അവർ മീറ്റ് ചെയ്യുന്ന പല സ്ഥലങ്ങളിലേക്കും പോയി അവരുടെ അറിയാതെ അവരുടെ ഫോട്ടോസ് എടുത്ത് ഇതെല്ലാം കളക്ട് ചെയ്ത് ബിന്ദുവിനെ കൊണ്ട് കാണിക്കും, ഇതാണ് നിന്റെ ഭർത്താവിൻ്റെ അവിഹിത ബന്ധത്തിലുള്ള സ്ത്രീ എന്ന്. ഈ ഫോട്ടോസ് ഒക്കെ കണ്ടപ്പോൾ ആ ഭാര്യയ്ക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായില്ല. അവൾ പറയും, അല്ല ഇതെൻ്റെ ഹസ്ബൻഡ് അല്ല, എൻ്റെ ഹസ്ബൻഡ് ഒരിക്കലും ഇങ്ങനെ പെണ്ണുങ്ങളുടെ പിന്നാലെ പോവില്ല, ഈ പെണ്ണായിരിക്കും എന്തെങ്കിലും മന്ത്രവാദം ചെയ്ത്
എൻ്റെ ഹസ്ബൻഡിനെ അവളെ ഫോളോ ചെയ്യുന്നത് പോലെ ആക്കിയത്, എൻ്റെ ഹസ്ബൻഡ് പണ്ട് എൻ്റെ കൂടെ എത്രത്തോളം സന്തോഷത്തിലായിരുന്നു ഇരുന്നത് അതുപോലെ എനിക്ക് തിരിച്ചു വേണം, മാത്രമല്ല ഈ പെണ്ണിന് ഒരു പാഠം പഠിപ്പിച്ചു കൊടുക്കും വേണമെന്ന് ഈ വൈഫായ ബിന്ദു പറയും. അങ്ങനെ ബിന്ദു ആ പ്രൈവറ്റ് ഡിറ്റക്റ്റീവിനെ ഭയങ്കരമായിട്ട് ഫോഴ്സ് ചെയ്തിട്ട് ആ അർച്ചനനെ എന്തെങ്കിലും ചെയ്തൊരു പാഠം പഠിപ്പിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് 4 ലക്ഷം രൂപ ഓഫർ ചെയ്യും. അങ്ങനെ ആ 4 ലക്ഷവും വാങ്ങിയിട്ട് സതീഷ് റെഡ്ഡി പറയും, ഓക്കെ ബിന്ദു, എനിക്ക് കുറച്ച് സമയം താ, ഞാൻ നല്ലൊരു പക്ക പ്ലാനിങ് ആയിട്ട് വരാമെന്ന്. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഈ ഡിറ്റക്റ്റീവ് ഒരു പ്ലാൻ റെഡിയാക്കും. പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ആ സ്ത്രീനെ കൊല്ലണം. പക്ഷെ കൊല്ലുമ്പോൾ ആളുടെ വീടിൻ്റെ അകത്ത് ഒന്നും വെച്ചിട്ട് കൊല്ലാൻ പാടില്ല. ദൂരെയുള്ള ഏതെങ്കിലും സ്ഥലത്ത് കൊണ്ടുപോയിട്ട് വേണം കൊല്ലാൻ. പക്ഷെ അങ്ങനെ ദൂരെയുള്ള സ്ഥലത്തേക്ക് ഈ സ്ത്രീനെ കൂട്ടിക്കൊണ്ട് പോകണമെങ്കിൽ ഈ ഡിറ്റക്റ്റീവിന് ഈ സ്ത്രീയായിട്ട് ഒരു പരിചയം വേണം, ഒരു വിശ്വാസവും വേണം. എങ്കിൽ മാത്രമേ ഇയാൾക്ക് ആ സ്ത്രീയെ ദൂരേക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഈ ഒരു പ്ലാനിങ് മനസ്സിൽ വെച്ചുകൊണ്ട് സതീഷ് റെഡ്ഡി ഈ ഒരു യോഗ ക്ലാസ്സിൽ ജോയിൻ ചെയ്യും. വെറും 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ ഇവർ രണ്ടുപേരും ഭയങ്കര ക്ലോസ് ആവും. ഞാൻ എക്സ് മിലിറ്ററി ഓഫീസറാണ്, ഇപ്പോൾ ജോലിയൊക്കെ വിട്ട് ജീവിക്കാൻ വേണ്ടി ഈ ആർമിക്ക് പ്രിപ്പയർ ആവുന്ന കുട്ടികൾക്ക് ഗൺ ഷൂട്ടിംഗ് ഒക്കെ പഠിപ്പിച്ചു കൊടുത്തിട്ടാണ് ജീവിക്കുന്നതെന്ന് പറയും. ഗൺ ഷൂട്ടിങ്ങിൻ്റെയും ട്രെയിനിങ്ങിൻ്റെ ഒക്കെ കാര്യം കേട്ടപ്പോൾ അർച്ചനയ്ക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി. എന്നിട്ട് ഇവള് ഈ സതീഷ് റെഡ്ഡിയോട് പറയും, നിങ്ങൾ ഒരു ദിവസം എന്നെ ഈ ഒരു സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകും, എനിക്ക് കാണാൻ ഭയങ്കര ആഗ്രഹമുണ്ടെന്നൊക്കെ. ഈ സതീഷ് റെഡ്ഡി ഇങ്ങനെ ഒരു അവസരത്തിന് വേണ്ടിയായിരുന്നു കാത്തിരുന്നത്. അപ്പോൾ തന്നെ ഇയാൾ പറയും, ഷുവർ, ഓഫ് കോഴ്സ്, നിങ്ങൾ എപ്പോഴാണ് വേണ്ടത്, ഒരു ഡേറ്റ് പറയുകയാണെങ്കിൽ നമുക്ക് അന്ന് തന്നെ കൊണ്ടുപോകാമെന്ന് പറയും. അങ്ങനെ 2024 ഒക്ടോബർ 23 രാവിലെ ഒരു 9:30-10 മണി സമയത്ത് സതീഷ് റെഡ്ഡിയും അവൻ്റെ ഗാങ്ങും അർച്ചന താമസിച്ചിട്ടുണ്ടായിരുന്ന അപ്പാർട്ട്മെൻറ്റിൻ്റെ അടുത്തേക്ക് ചെല്ലും. അങ്ങനെ ഈ ഗൺ ട്രെയിനിങ് ഷൂട്ടിങ് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഇവളെ കിഡ്നാപ്പ് ചെയ്ത് കാറിൽ കയറ്റി കൊണ്ടുപോകും. അങ്ങനെ അവർ ബാംഗ്ലൂരിന് ചുറ്റും ഏതെങ്കിലും സൈലൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ കിട്ടുമെന്ന് ഇങ്ങനെ വണ്ടി ഓടിച്ച് നടന്നു. അങ്ങനെ ഒരു സ്ഥലം അവർക്ക് എവിടെയും കിട്ടിയില്ല. അങ്ങനെ അവസാനം അവർ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ചിക്ബല്ലാപൂരിലുള്ള ഏതൊരു ഗൗഡനഹള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കാട്ടിൽ ചെന്നിട്ട് അവിടെ കൊണ്ടുപോയി കാർ നിർത്തി. അവർ ഫുള്ള് നോക്കിയപ്പോൾ ചുറ്റും കാട്, ഒന്നും കാണാനൊന്നും പറ്റുന്നില്ല. അവിടെ ആരും സാധാരണ വരാറുമില്ല, നടക്കാറുമില്ല. അവിടെ വെച്ച് ഈ സതീഷ് റെഡ്ഡിയും അവൻ്റെ ഗാങ്ങും ചേർന്ന് ഈ അർച്ചന ടീച്ചറെ പീഡിപ്പിക്കുകയാണ്. അവളുടെ ബോഡിയിൽ ഒരു കുഞ്ഞു തുണി പോലെ ഇല്ലാതെ നിർത്തി അവൾ എത്രത്തോളം ടോർച്ചർ ചെയ്യാൻ പറ്റുമോ, എത്രത്തോളം ഉപദ്രവിക്കാൻ പറ്റുമോ അതെല്ലാം അവർ ചെയ്യും. അവളെ ഒരുപാട് തല്ലുകയും ഇടിക്കുകയും അടിക്കുകയും ഒക്കെ ചെയ്യും. അങ്ങനെ ഫൈനലി അവരുടെ കാമവെറികളൊക്കെ തീർത്തതിന് ശേഷം ഒരു USB കേബിൾ ഉപയോഗിച്ച് അർച്ചനയുടെ കഴുത്തിൽ ചുറ്റി അവളെ കൊലപ്പെടുത്താണ്. അവൾ മരിച്ചു എന്ന് വിചാരിച്ചിട്ട് ഈ ബോഡി അവിടെ കുഴിച്ചിടുന്നു. അവർ ചുറ്റും നോക്കി. അപ്പോൾ അടുത്ത് തന്നെ ഈ മഴവെള്ളമൊക്കെ പോയിട്ട് ഒരു ചെറിയ കുഴി പോലെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അവരവിടെ കുഴിച്ച് അവൾ അതിനകത്തേക്കിട്ട് കുറച്ച് മണ്ണ് വാരിയിട്ട് അതിൻ്റെ മേലെ കുറേ ചെടികളും പുല്ലുകളും എന്തൊക്കെയോ വാരിയിട്ട് എല്ലാം കഴിഞ്ഞു, എല്ലാം അവസാനിച്ചു എന്ന് പറഞ്ഞ് അവരവരുടെ വണ്ടി എടുത്ത് പോകും. പക്ഷേ സത്യം പറഞ്ഞാൽ ഈ യോഗ ടീച്ചർ മരിച്ചിട്ടുണ്ടായിരുന്നില്ല. ആൾക്ക് ആ സമയത്ത് ഒരു ബുദ്ധി തോന്നി. ആള് പ്രാണായാമം എന്ന് പറയുന്ന ഒരു യോഗ ടെക്നിക്ക് അവിടെ യൂസ് ചെയ്തു. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ശ്വാസം എടുക്കുന്നുണ്ടാവും, പക്ഷേ നമ്മുടെ അടുത്ത് നിൽക്കുന്ന ആൾക്ക് ശ്വാസം എടുക്കാനൊന്നും മനസ്സിലാവില്ല. അപ്പോൾ ഈ പ്രാണായാമം ചെയ്യുന്നതിൻ്റെ കൂടെ മരിച്ചതുപോലെ ഒന്ന് അഭിനയിക്കുകയും കൂടെ ചെയ്തപ്പോൾ അവരെല്ലാവരും വിശ്വസിച്ചു അർച്ചന മരിച്ചെന്ന്. അവരൊക്കെ പോയി കഴിഞ്ഞപ്പോൾ അർച്ചന അവിടെ നിന്ന് എഴുന്നേറ്റു. എന്നിട്ട് ദേഹത്തുള്ള കുറച്ച് മണ്ണൊക്കെ തട്ടിക്കളഞ്ഞ് അവിടെ ഉണ്ടായിരുന്ന ചെടികളും പുല്ലൊക്കെ വെച്ചിട്ട് എങ്ങനെയൊക്കെയോ ബോഡി കവർ ചെയ്യും. അങ്ങനെ ആ ഇരുട്ടത്ത് ഒന്നും കാണാൻ പറ്റാതെ അർച്ചന ഒരുപാട് ദൂരം, അറ്റ്ലീസ്റ്റ് ഒരു 3 കിലോമീറ്ററോളം നടക്കും. അങ്ങനെ നടന്ന് കുറച്ച് ദൂരം എത്തിയപ്പോൾ അർച്ചന അവിടെ ഒരു വീട് കാണാണ്. ആ വീട്ടിലേക്ക് അർച്ചന ഓടി ചെന്ന് കതക് തട്ടും. അതിനുശേഷം ഉണ്ടായതാണ് ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞത്. അർച്ചന കയറി ചെന്ന ആ ഒരു ഫാമിലി ഇവൾക്ക് ഭയങ്കരമായിട്ടുള്ള സപ്പോർട്ടും ഹെൽപ്പും ചെയ്യും. ഇവര് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലൈന്റ് ചെയ്യും. പോലീസ് അപ്പോൾ തന്നെ ഈ സതീഷ് റെഡ്ഡിനെയും അവൻ്റെ ഗാങ്ങിനെയും ഈ കൊട്ടേഷൻ കൊടുത്ത ബിന്ദുവിനെയും അറസ്റ്റ് ചെയ്യും. ഈ അവഹിത ബന്ധങ്ങൾ കാരണം ജീവിതം തകർന്നു പോവല്ലാതെ ആരുടെ ജീവിതം മെച്ചപ്പെട്ടിട്ടില്ല.